സി കെ സി, നിർമ്മലയെ ഓർമ്മയില്ലേ? നിർമ്മല ഗൗതമിന്റെ വീട്ടിൽ സെർവന്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. അവിടെ വെച്ച് കണ്ടു കാണും സി കെ സി. മനുഷ്യനല്ലേ മാഡം, ചിലപ്പോ മറന്നുപോയി കാണും. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ നമ്മളെ പോലുള്ള സാധാരണക്കാരെ ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. മാഡം, ജ്യൂസ് കുടിക്കേ. പൈനാപ്പിൾ ജ്യൂസിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടോ? നല്ല കൈപ്പുണ്യാണല്ലോ നിർമ്മലയ്ക്ക്. അല്ല, സാറിന് ജ്യൂസ് എടുക്കണോ സാറേ? എനിക്ക് വേണ്ട. കേട്ടോ സി കെ സി, ഞാൻ ട്രിപ്പിട്ട് കിടക്കുമ്പോഴൊക്കെ നിർമ്മല എന്റെ അരികിലിരുന്ന് നിർമ്മലയുടെ ജീവിതകഥ പറയുകയായിരുന്നു. ഓ, വല്ലാത്തൊരു ട്രാജഡിയാണ് സി കെ സി നിർമ്മലയുടെ ലൈഫ്. ഏതോ ഒരു റാസ്കല് പണ്ട് നിർമ്മലയെ പ്രണയിച്ച് ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് വേറൊരു കാശിയാരി പെണ്ണിനെ കണ്ടപ്പോ അവളുടെ കൂടെ അങ്ങ് പോയിന്ന്. ആ തെണ്ടി ചതിച്ചത് എന്നെ എങ്ങാനോ ആയിരിക്കണമായിരുന്നു. ഒന്നും നോക്കില്ല, വെട്ടിക്കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയനെ. അതുമാത്രമല്ല മാഡം, എന്നെ ചതിച്ചതോ പോട്ടെ, അയാൾക്ക് മുമ്പ് ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും അതിലൊരു മകനുണ്ടെന്നും രണ്ടാമത് വിവാഹം കഴിച്ച പെണ്ണിനോട് പറഞ്ഞിട്ട് പോലുമില്ല. അതവരോട് കാണിക്കുന്ന ചതിയല്ലേ? നിർമ്മലയ്ക്ക് ആ സ്ത്രീയെ അറിയോ? പിന്നെ എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കരുത്. ആ സ്ത്രീയോട് അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവനൊന്നും അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ പാടില്ല. അവന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ കൈകൊണ്ട് തന്നെ അവന്റെ ജീവിതം തീർന്നോളും. എനിക്ക് ആക്സിഡന്റ് ആയെന്ന് അറിഞ്ഞിട്ട് ക്ലബിൽ നിന്ന് ഓരോരുത്തരായി വിളിച്ചോണ്ടിരിക്കുക. ദേ, ലേഖാ മേനോനാ വിളിക്കുന്നത്. ഞാനൊന്ന് സംസാരിക്കട്ടെ, ഇപ്പൊ വരാം. ഹലോ ലേഖ. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് തന്നെ നീ ഇങ്ങോട്ടൊന്ന് കേറിയല്ലേ? അതേലോ, അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ വന്നത്. എന്നെ ചതിച്ച് എനിക്കൊരു മകനെ സമ്മാനിച്ചിട്ട് മുങ്ങിക്കളഞ്ഞ് ആ ദുഷ്ടൻ നിങ്ങളാണെന്ന് ജ്യോതിർമയോട് പറഞ്ഞു കൊടുക്കട്ടെ. നമ്മളെ വേണ്ട. ആവശ്യമില്ലാത്ത പണിക്കാണ് നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ജ്യോതി തിരിച്ചു വരുന്നതിന് മുമ്പേ ഇറങ്ങി പോകാൻ നോക്കുന്നീ. അപ്പൊ പേടിയുണ്ട് നിങ്ങൾക്കല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗൗതമനെ നിധിയും ഇനിയും ഉപദ്രവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതുപോലെ ഒരു വര കൂടി ഞാൻ വരും. അന്ന് നിങ്ങളുടെ സർവ്വചരിത്രവും ജ്യോതിർമയുടെ മുമ്പിൽ ഞാൻ വിളമ്പും. ഓർത്തു. എനിക്കറിയാൻ മേല എന്ന് ചോദിക്കാം. നീ ഈശ്വരമംഗലത്തെ വെറും ജോലിക്കാരി മാത്രമല്ലായിരുന്നു. തന്തയും തള്ളിയില്ലാത്ത അവനോട് നിനക്ക് എന്താ ഇത്ര സ്നേഹം? മേലിൽ ഗൗതമനെ കുറിച്ച് അനാഥനെന്നൊരു വാക്ക് മിണ്ടിയാൽ തന്റെ ജീവിതം അവിടെ ഞാൻ തീർക്കും. എന്തുപറ്റി സി കെ സി മുഖത്ത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് കൈവച്ചതാ. അല്ല നിർമ്മലെ, ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഒരു തീരുമാനം പറഞ്ഞില്ല. നിർമ്മലയ്ക്ക് ഈ വീട്ടിൽ നിന്നൂടെ? ഒരു സർവന്റായിട്ടല്ല, എനിക്കൊരു സഹായം, അങ്ങനെ കരുതിയാ മതി. ഇല്ല മാഡം, എന്റെ മോനും മരുമോക്കും അതിഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ ഈശ്വരമംഗലത്ത് നിന്നതോ? അത് ഞാൻ അവരുടെ പ്രത്യേക അനുവാദം വാങ്ങിച്ചിട്ടാ. മോനും അതൊരുപാട് ഇഷ്ടമായിരുന്നു. എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരി മാഡം, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. നിക്ക്. ഇനിയിപ്പോ ബസ്സോ ഓട്ടോയോ ഒന്നും പിടിച്ച് പോവാൻ നിക്കണ്ട. സി കെ സി, നിർമ്മല ഒന്ന് വീട്ടിലാക്കി കൊടുക്ക. അത് വേണ്ട,
ഞാനൊരു ഓട്ടോ എടുത്ത് പൊക്കോളാം. പറയുന്ന കേൾക്ക് നിർമ്മലേ. CKC അങ്ങോട്ട് ആക്കി തരും. ചെല്ലു CKC. അത് ഞാൻ പോണോ ജ്യോതി? ഉള്ള സമയം മുഴുവൻ മെനക്കെട്ട് എനിക്ക് വേണ്ടി നിന്ന ആളാ നിർമ്മല. ആ ആളിനെ ഒന്ന് വീട്ടിലേക്ക് ആക്കാൻ വയ്യേ CKCക്ക്? നിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരാ നിർമ്മലേ. എന്താ ഇത്ര ആലോചിക്കുന്നേ? നിർമ്മല ഒന്ന് ആക്കിട്ട് വാ CKC. നിർമ്മലയെ ഞാൻ വീട്ടിലേക്ക് തരാം. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. മാഡം, ഞാൻ വെളിയിൽ നിൽക്കാം. എനിക്ക് മരുമോളെ ഒന്ന് വിളിക്കണം, അതുകൊണ്ടാ. ശരി നിർമ്മലേ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ഉറപ്പായിട്ടും ഞാൻ വിളിക്കും. എന്താ CKC, എന്നെയും കൊണ്ട് കാറിൽ യാത്ര ചെയ്യാൻ ടെൻഷനുണ്ടോ? ദൈവത്തിന്റെ ഓരോരോ കാര്യങ്ങളെ. ഇന്നലെ വരെ എന്നെ കൊല്ലാനായി നടന്നയാള് ഇന്ന് എന്റെ ഡ്രൈവറായി മാറിയിരിക്കുന്നു. ഹോ, ഈശ്വരന് സമ്മതിച്ചു കൊടുക്കണം. അവിടെ മിണ്ടാതിരുന്നോളണം. മിണ്ടിയ താൻ എന്നെ എന്തോ ചെയ്യും. CKCയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇനി ഗൗതമിന്റെയും നിധിയുടെയും പുറകെ നടന്ന് അവരെ ഉപദ്രവിക്കുന്ന കലാപരിപാടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ എന്റെ നമ്പർ ജ്യോതിർമയുടെ കയ്യിലുണ്ട്, അവരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഈ ഫോൺ എന്ന് പറയുന്ന സാധനമില്ലേ, ചിലപ്പോ ഒരാറ്റം ബോംബിന്റെ ഗുണം ചെയ്യും. ഒരൊറ്റ കോൾ, 2 ഡയലോഗ്, ബും. ഒരൊറ്റ പൊട്ടിത്തെറിയായിരിക്കും തന്റെ ജ്യോതിർമയിൽ. ആ ചൂടിൽ CKC നിന്ന് ഉരുകി ഭസ്മമായി പോവും. അധിക ദൂരമൊന്നും താനിങ്ങനെ എന്നെ പുറകിലിരുത്തി വണ്ടി ഓടിച്ച് ശ്വാസം മുട്ടണ്ട. ദേ, കുറച്ചു മുന്നോട്ട് വണ്ടി ഒതുക്കി നിർത്തിക്കോ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. എന്തുപറ്റി? നിന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചു കളയുന്ന പേടിയാണോ? ദേ നോക്ക്, ജ്യോതിർമയി ഇപ്പൊ എന്റെ കൈവെള്ളയിലാ. പിന്നെ ഞാനെന്തിനു ഭയക്കണം? ഇവിടെ വണ്ടി നിർത്ത്. ഇവിടെ എന്റെ പരിചയക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്.